ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ നമുക്ക് ലുലുന്ന് ചെന്നപ്പോഴേ അവിടെ ഒരു കിളിക്കുഞ്ഞിനെ കിട്ടിയായിരുന്നു. ഇത് കണ്ടോ. അങ്ങനെ ഇപ്പൊ രാവിലെ കൊണ്ടുവന്ന് പഴം കൊടുത്ത് പിന്നെ കുറെ ഇവിടെ പയറുവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പൊടിച്ചിട്ട് ഈ കിളിക്ക് കൊടുത്തു. ഇത് എന്ത് കിളിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കിളി ഏതാണെന്ന് ആർക്കെങ്കിലും അറിയുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ ഇതിനെ വളർത്താൻ പറ്റുന്നതാണോ, അതിനെക്കുറിച്ച് ഒരറിവില്ല. അത് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തപ്പോൾ കാണാം അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുന്നു. ഒന്നി ഏതെങ്കിലും വണ്ടിയുടെ വീലിനടിപ്പെട്ട് ഇത് മരിച്ചു പോയനെ, അല്ലെങ്കിൽ പൂച്ച വല്ലതും പിടിച്ചോണ്ട് പോയനെ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എടുത്തോണ്ട് വന്നത്. അപ്പോൾ ഇതിനെ പിന്നെ കുറച്ച് നാൾ വളർത്തി സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പറത്തി വിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത് നല്ല രസമുണ്ടെന്നോ. നോക്ക്, ഒരു കുഞ്ഞു കിളി നോക്കിയേ, ചുണ്ടൊക്കെ നല്ല നീളമൊക്കെ ഉണ്ട്. ഇത് ഏത് കിളിയാണോ എന്തോ, എന്ത് കളറാച്ചു ഇത്, നമ്മുടെ കരിയിലെ കിളികളുടെയൊക്കെ ഒരു കളറ്. അപ്പം ഓണത്തിന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഒരു അതിഥിയാണ് ഇത് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ പഴമൊക്കെ പഴം കൊടുത്തപ്പം വലിയ പാടാ ഇത് ഇങ്ങനെ തുറന്ന് തിന്നാനായിട്ട്. 2-3 പ്രാവശ്യം കൊടുത്തപ്പം കഴിച്ച് ഇച്ചിരി വെള്ളം കുടിച്ചു. പിന്നെ അതൊക്കെയാണ് നല്ല രസം. ഇത് നടക്കുന്നതാണ് കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാം ഇത് നടക്കുന്നത്. ഇന്നലെ അത് കാറിന്റെ അടിയിലോട്ടേക്ക് കയറാൻ പോവായിരുന്നു. പിന്നെ ഞാനും അച്ഛനും അമ്മയും കൂടെ വളഞ്ഞു നിന്ന് പിടിച്ചുകൊണ്ട് വന്ന രാത്രിയായ. അതുമല്ല അവിടെ കുറെ പൂച്ചകളും ഉണ്ടായിരുന്നല്ലേ അമ്മ? അവിടെ എല്ലാം പൂച്ചകൾ. ഈ മസ്കറ്റിൽ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ പൂച്ചകളുണ്ട്. നമ്മുടെ അതിരിക്കുട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങൾ എല്ലാവരും, എനിക്കും അച്ചുവിന്, ഐശ്വര്യക്ക്, നന്ദേട്ടനും എല്ലാവർക്കും പിന്നെ പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അതേപോലെ തന്നെ അതിരിക്കുട്ടന് ഇതിനോട് ഭയങ്കര ഇഷ്ടം. അതാണ്ടോ അവൻ ഉമ്മ വെക്കണമെന്നൊക്കെയാ പറയുന്നത്. പിന്നെ ഉമ്മ വെക്കണ്ട. അപ്പൊ നമ്മുടെ കിളിക്കുഞ്ഞിരിക്കുന്ന നോക്കിയേ, കണ്ടോ. അപ്പൊ കൂട്ടുകാർക്കെല്ലാം നമ്മുടെ കിളിക്കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇത് ഏത് എന്ന് വെച്ചാൽ എന്തോ ഏത് സൈസിലുള്ള തരം കിളിയാണെന്നും ഇപ്പൊ ഇതിന് എന്താണ് ഫുഡ് കൊടുക്കേണ്ടതെന്നും ഒക്കെ ഉള്ളത് ഇടാൻ പറ്റിയ ഒരു പേരും നിങ്ങൾ കമന്റ് ബോക്സിൽ. അത് തന്നെ. അതിൽ നിന്നുള്ളൊരു പേരായിരിക്കും. നമുക്ക് ആണാണോ പെണ്ണാണോ അറിയത്തില്ല. അതെ, കുറച്ചു നാൾ ഇതൊന്ന് ആഹാരമൊക്കെ കഴിക്കാറാവുന്നവരെ നമുക്ക് വളർത്താന്നാ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറത്തി വിടണമെന്നാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇതിനെ കൂട്ടിലടച്ച് വളർത്തുന്ന കിളിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇത് നടക്കുന്നതും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നടക്കുന്നത് ഫുഡ് കൊടുക്കുന്നത് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ചിന്നുകുട്ടന്റെ കൂട്ടിനകത്തായിട്ടേക്കുന്നവന്. ചിന്നുകുട്ടന് 2 കൂട് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറുതും ഒരു വലുതും. അപ്പൊ അതിന്റെ ഇത് ഇച്ചിരിയെ ഉള്ളതായതുകൊണ്ട് കുഞ്ഞു കൂട് മതിയല്ലോ ഇപ്പൊ. പക്ഷെ ചിന്നുകുട്ടന്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത്, ഭയങ്കര വിഷമകരമായ ഓർമ്മ കൂട്ടുകാരെ. ഞാൻ അവന്റെ വീഡിയോ ആ മരിച്ചു പോയതിന്റെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവന്റെ നടത്തി ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്കിനി ഇവനെ കിട്ടിയ ഒരു വീഡിയോ കണ്ടാലോ. ഞങ്ങള് ലുലു മോളിൽ വന്നപ്പോഴേ സാധനം മേടിച്ചില്ല. ഒരു കുഞ്ഞു കിളി ഇതിനെ നമ്മൾ എടുത്തില്ലെങ്കിലേ കാറിന്റെ കീഴിലെങ്ങാനായി മരിച്ചു. അപ്പം ഇന്നിട്ട് ഞങ്ങളുടെ ഇവിടെ ഉള്ള പുതിയൊരു അതിഥി. അപ്പൊ പഴം ഇച്ചിരി കൊടുത്തു നോക്കാം. അവന്റെ വയറ് നിറഞ്ഞിരിക്കുന്നോണ്ട് തിന്നോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. ഇച്ചിരി പാടാട്ടോ. പാടാ ഇങ്ങോട്ട് അവൻ തിരിഞ്ഞു നോക്ക്. അവനാന്നോ അവളാന്നോ കാണാൻ പറ്റുന്നില്ല. ഈ വായൊക്കെ ഇച്ചിരി പിടിച്ച് തുറന്ന് അതേ കുട്ടാണ്ടോ. കണ്ടോ അവ പഴം തിന്ന കണ്ടോ കൂട്ടുകാരെ. അപ്പൊ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കരുത്. ഞങ്ങൾക്ക് സന്തോഷമാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഇവിടുന്ന് കിട്ടിയത്. അപ്പം മറക്കാതെ ഞങ്ങൾ പറഞ്ഞതെല്ലാം കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇനി നമ്മുടെ കുഞ്ഞിക്കിളിയുടെ വീഡിയോ പ്രത്യേകിച്ച് വരുന്നതായിരിക്കും കേട്ടോ.